ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയാൻ പഞ്ചാംഗം പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ ചെറിയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് വ്യാഴാഴ്ച 2026 ഓഗസ്റ്റ് 6. ഇന്ന് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഭരണി നക്ഷത്രമാണ് ഇന്ന്. ഇത് ധൈര്യത്തെയും പോരാട്ടവീര്യത്തെയും സൂചിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണി 1 മിനിറ്റ് വരെ ദണ്ഡയോഗം നിലനിൽക്കുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5 മണി 59 മിനിറ്റിനും സൂര്യാസ്തമയം വൈകുന്നേരം 7 മണി 6 മിനിറ്റിനുമാണ്. രാഹുകാലം ഉച്ചയ്ക്ക് 2 മണി 11 മിനിറ്റ് മുതൽ 3 മണി 50 മിനിറ്റ് വരെ ആയതിനാൽ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക. ഇന്നത്തെ ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12 മണി 7 മിനിറ്റ് മുതൽ 12 മണി 59 മിനിറ്റ് വരെയാണ്. നമ്മുടെ ഈ ചാനൽ കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യം ആണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ മേടത്തിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ജോലിസ്ഥലത്ത് ഇന്ന് ചെറിയ രീതിയിലുള്ള മത്സരങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇത് നിങ്ങളെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കും. എങ്കിലും അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളതിനാൽ ഇന്ന് അല്പസമയം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. എങ്കിലും അലസത ഒഴിവാക്കുക. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ വ്യക്തത വരുത്തുക. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ സന്തോഷം കണ്ടെത്താം. ജോലി ചെയ്യുന്നവർ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കി സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്ക് പുതിയ പദ്ധതികളുടെ തുടങ്ങാൻ നല്ല ദിവസമാണ്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പുറത്തു പോകുമ്പോൾ ജാഗ്രത പാലിക്കുക. ഇന്നത്തെ ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് തീറ്റ നൽകുകയോ അർഹരായവർക്ക് സഹായം നൽകുകയോ ചെയ്യുക. ഇന്ന് നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും മതി. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. ചന്ദ്രൻ നിങ്ങളുടെ 12ാം ഭാവത്തിൽ മേടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക ക്ഷീണവും ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് പോലെ ഭക്ഷണകാര്യത്തിൽ ഇന്ന് പ്രത്യേക ശ്രദ്ധ നൽകുക. കാരണം അജീർണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ആരോഗ്യപ്രശ്നങ്ങൾ അവഗണിച്ചാൽ അത് നിങ്ങളുടെ ജോലിസ്ഥലത്തെയും ബാധിച്ചേക്കാം. അതിനാൽ ചെറിയ അസ്വസ്ഥതകൾ പോലും ഉടൻ പരിഹരിക്കുക.
ഇന്ന് പച്ചനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇത് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി എത്തിക്കും. വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം രാഹുവിന്റെ സ്വാധീനം നിങ്ങളുടെ വികാരങ്ങളെ അസ്ഥിരപ്പെടുത്തിയേക്കാം. അതിനാൽ മനസ്സിന്റെ ശാന്തിക്കായി ധ്യാനിക്കുകയോ ഒരു ചെറിയ രത്നം കൂടെ കരുതുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇന്ന് അല്പനേരം വിശ്രമിക്കുക. കാരണം വിശ്രമമാണ് ഇന്നത്തെ ഏറ്റവും വലിയ മരുന്ന്. വിവിധ വിഭാഗത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ ഇന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വീട്ടമ്മമാർ ഇന്ന് വീട്ടുജോലികൾക്കിടയിൽ സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ആരുമായും തർക്കത്തിന് നിൽക്കരുത്. മുതിർന്നവർ ഇന്ന് യാത്രകളിലും മറ്റും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ ആവശ്യം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ സംഭവബഹുലമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ പുതിയ സൗഹൃദങ്ങളും തൊഴിൽപരമായ ബന്ധങ്ങളും സ്ഥാപിക്കാൻ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ രാശിനാഥനായ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് പുരോഗതി നൽകും. ഇന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായ അവസരങ്ങൾ ലഭിക്കും. അത് നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുക. എന്നാൽ ശ്രദ്ധിക്കുക, ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഇന്ന് സഫലമാകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കരുത്. ഗൃഹിണിമാർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുരോഗതിയുടെ ദിവസമാണ്. പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വൈകുന്നേരം 4 മുതൽ 6 വരെയുള്ള സമയം വളരെ ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഇന്ന് പക്ഷികൾക്ക് വെള്ളമോ ധാന്യമോ നൽകുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങൾക്കല്പം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിൽ നിൽക്കുന്നതിനാൽ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നതായി തോന്നാം. ജോലിയിൽ നിന്ന് മാറി അല്പസമയം തനിച്ചിരിക്കുന്നത് മനസ്സിനെ ഉന്മേഷഭരിതമാക്കാൻ സഹായിക്കും. കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്നേഹത്തോടെയും വിവേകത്തോടെയും പരിഹരിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ അനുകൂലമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ മുൻകൈ എടുക്കുക. ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാത്രി 10 മണി മുതൽ 11:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഊർജത്തെ വികസിപ്പിക്കുന്നുണ്ട്. അതിനാൽ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ പ്രാർത്ഥനയും ധ്യാനവും ശീലിക്കുക. പഴയ സുഹൃത്തുക്കളെ വിളിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ശ്രദ്ധിക്കുക, ഇന്ന് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് ഉപയോഗിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. ചന്ദ്രൻ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സ് അല്പം അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ കർക്കടക രാശിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ ഇന്ന് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമുണ്ടാകാം, അതിനാൽ ധ്യാനം ശീലിക്കുക. യുവാക്കൾ ഇന്ന് അമിതവേഗതയിൽ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം. ഇത് അപകടങ്ങൾക്ക് കാരണമായേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ അല്പം മടുപ്പ് തോന്നാം. വിശ്രമത്തിന് സമയം കണ്ടെത്തുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർക്ക് ഇന്ന് സന്ധിവേദനയോ ശാരീരിക ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാം. ഇന്ന് ഒരു പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹം നൽകും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഉണ്ടായപ്പോൾ ഗ്രഹനില അനുകൂലമായിരുന്നോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനലിനെ സഹായിക്കാൻ QR കോഡ് വഴി സംഭാവന നൽകുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ ശ്രദ്ധ വേണ്ട ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 8-ാം ഭാവത്തിൽ മേടൻ രാശിയിലും ഭരണി നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രാശിനാഥനായ ബുധൻ കർക്കടക രാശിയിലായതിനാൽ ഇന്ന് നിങ്ങളുടെ വികാരങ്ങൾ വളരെ തീവ്രമായിരിക്കും. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിലും ഇന്ന് നിങ്ങളുടെ സംസാരത്തിൽ വളരെ ശ്രദ്ധ വേണം. അയൽക്കാരുമായോ മറ്റുള്ളവരുമായോ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. കാരണം ഇത് നിങ്ങൾക്ക് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. ഈ തർക്കങ്ങൾ തീർത്തും അനാവശ്യമായിരിക്കും, എങ്കിലും അവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മൗനം പാലിക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇന്ന് നിങ്ങൾ പ്രത്യേക പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ബന്ധങ്ങളിലെ ചെറിയ വിള്ളലുകൾ നിങ്ങളുടെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും പരിഹരിക്കാവുന്നതേയുള്ളൂ. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരിയായി പുതിയൊരു ഹോബി അല്ലെങ്കിൽ കല പഠിക്കാൻ പറ്റിയ ദിവസമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. പങ്കാളിയുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ മുഴുകാൻ പറ്റിയ ദിവസമാണ്. വീടിന്റെ അന്തരീക്ഷം ശാന്തമാക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുക. ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഇന്ന് വളരെ ശ്രദ്ധിക്കണം. ആരുമായും തർക്കിക്കരുത്. അത് നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദനയോ ക്ഷീണമോ അനുഭവപ്പെടാം. അതിനാൽ കൃത്യമായ വിശ്രമമെടുക്കുക. ഇന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ പഴയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളമോ ധാന്യമോ നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ അകറ്റാൻ സഹായിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലെ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ഇന്ന് ശാന്തത പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഒരു പ്രത്യേക ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം എന്താണ്? തീക്ഷ്ണമായ ബുദ്ധിയോ അതോ അചഞ്ചലമായ ക്ഷമയോ? നിങ്ങളുടെ മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ മികച്ചൊരു ദിവസമാണ്. ചന്ദ്രൻ നിങ്ങളുടെ 7-ാം ഭാവത്തിൽ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ വികാരങ്ങൾ ഇന്ന് വളരെ സന്തുലിതമായിരിക്കും. മാനസികമായ ഉന്മേഷവും ആരോഗ്യവും ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും ആത്മവിശ്വാസവും ഇന്ന് വളരെ ഉയർന്ന നിലയിലായിരിക്കും. അതിനാൽ
ഈ കഴിവുകൾ നിങ്ങളുടെ ജോലിയിൽ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്ന് ആരുമായും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അവസരമുണ്ട്. എന്നാൽ അപരിചിതരെ അമിതമായി വിശ്വസിക്കരുത്. വീട്ടമ്മമാർക്ക് ഇന്ന് വീടിൻ്റെ കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നടക്കുമ്പോൾ വീഴാതെ നോക്കുക. ഇന്ന് നിങ്ങൾക്ക് ചാരനിറം ഭാഗ്യം നൽകും. രാവിലെ 8 മുതൽ 10 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിയുടെ ഊർജത്തെ നിയന്ത്രിക്കാൻ ദിവസവും വ്യായാമം ചെയ്യുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ ആവശ്യം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിലേക്ക് മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം ലഭിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് സന്തോഷം വർദ്ധിപ്പിക്കും. ഏതെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗോ ബിസിനസ് ഡീലോ ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് 3:30-നും 5-നും ഇടയിൽ വെക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇന്ന് സ്വർണ്ണമഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുക. ഇന്ന് ഒരു നല്ല കാര്യമായി ശാന്തമായ സംഗീതം കേൾക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറി ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുകയും വീട്ടുജോലികളിൽ വിജയിക്കുകയും ചെയ്യും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാകും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അവഗണിക്കരുത്. സുഹൃത്തുക്കളെ, ഇന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 5-ാം ഭാവത്തിൽ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. സാമൂഹികവും തൊഴിൽപരവുമായ ബന്ധങ്ങൾക്ക് ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി ഇന്ന് നിങ്ങൾ ബന്ധപ്പെടും. ഇത് യാദൃശ്ചികമല്ല, മറിച്ച് നിങ്ങളുടെ മുൻകാല പരിശ്രമങ്ങളുടെ ഫലമാണ്. ഇന്ന് നിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു നല്ല മതിപ്പുണ്ടാക്കാൻ പൂർണ്ണ സജ്ജരായിരിക്കുക. ഏതെങ്കിലും സ്വാധീനമുള്ള വ്യക്തിയെ കാണാൻ അവസരം ലഭിച്ചാൽ അത് പാഴാക്കരുത്. കാരണം അവരുടെ ഉപദേശം നിങ്ങളുടെ ജീവിതത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും. നിങ്ങളുടെ ബിസിനസ് കാർഡുകൾ കൈവശം വയ്ക്കുകയും ആത്മവിശ്വാസത്തോടെ സ്വയം അവതരിപ്പിക്കുകയും ചെയ്യുക. എന്നാൽ ഒരു ചെറിയ മുന്നറിയിപ്പ്: ആവേശത്തിൽ ആർക്കും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകരുത്. ഇന്ന് നന്ദി പ്രകടിപ്പിക്കേണ്ട ദിവസമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. ഇന്നത്തെ പരിഹാരം:
എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ 5 മിനിറ്റ് ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപദേശം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച വ്യക്തി ആരാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു ദിവസമാണ്. ചന്ദ്രമേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്ന് ഏകാന്തത ആസ്വദിക്കാൻ നിങ്ങൾക്ക് തോന്നും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സാമൂഹിക കാര്യങ്ങളിൽ വളരെ സജീവമായിരുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തിയിട്ടുണ്ടാകാം. ഇന്ന് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശനിയുടെ സ്വാധീനം നിങ്ങളോട് ക്ഷമ പാലിക്കാൻ ആവശ്യപ്പെടുന്നു. ഇന്ന് തർക്കങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. കാരണം ഇത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൻ്റെ സമ്മർദ്ദം കുറച്ച് പ്രകൃതിയുമായി സമയം ചെലവഴിക്കാൻ പറ്റിയ ദിവസമാണ്. യുവജനങ്ങൾക്കും ജോലി ചെയ്യുന്നവർക്കും ഇന്ന് ഓഫീസിൽ ശാന്തത പാലിക്കുന്നതാണ് നല്ല. ആരുമായും തർക്കിക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്താം. ഒരു പുസ്തകം വായിക്കുകയോ നടക്കാൻ പോകുകയോ ചെയ്യുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി ആർക്കെങ്കിലും വെള്ളമോ പഴമോ നൽകുക. എൻ്റെ ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ക്ഷമയാണോ അതോ ധൈര്യമാണോ കൂടുതൽ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ വിവരങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6 നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ മേടം രാശിയിൽ നിൽക്കുന്നതിനാൽ കാര്യങ്ങൾ അല്പം താളം തെറ്റിയതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ജീവിതത്തിൽ ഇന്ന് അപ്രതീക്ഷിതമായ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം അത് നിങ്ങൾക്ക് തിരിച്ചടിയായേക്കാം. മനസ്സ് ശാന്തമായി വയ്ക്കുക. സമയം അനുകൂലമാകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. അതിനാൽ കൂടുതൽ ഏകാഗ്രത പാലിക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളിൽ അമിത സമ്മർദ്ദം ഒഴിവാക്കി ശാന്തമായി കാര്യങ്ങൾ ചെയ്യുക. ഉദ്യോഗസ്ഥർ മേലധികാരികളുമായി തർക്കിക്കരുത്. ബിസിനസ്സുകാർ ഇന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റിവെക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. മഞ്ഞ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അനുയോജ്യമാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിനെ ശാന്തമായി വെക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് വഴി സംഭാവന നൽകുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 6 നിങ്ങൾക്ക് വളരെ സന്തോഷകരവും പോസിറ്റീവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക സമാധാനവും ആത്മവിശ്വാസവും നൽകും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അത്ഭുതകരമാണ്. കാരണം നിങ്ങളുടെ വികാരങ്ങൾ പൂർണ്ണമായും നിയന്ത്രണത്തിലായിരിക്കും. കൂടാതെ നല്ലൊരു ആരോഗ്യവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്ന് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ടായിരിക്കും. അതിനാൽ ഈ ഊർജത്തെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക.
വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി കൈവരിക്കാൻ പറ്റിയ ദിവസമാണ്. നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കും. എന്നാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തിടുക്കം കാണിക്കരുത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എന്നാൽ ആരുമായും തർക്കിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക. ഗൃഹിണിമാർക്ക് വീട്ടുജോലികളിലും കുടുംബത്തിന്റെ ആരോഗ്യകാര്യങ്ങളിലും സന്തോഷം ലഭിക്കും. ഇന്ന് നിങ്ങൾ പുതിയൊരു വിഭവം പാകം ചെയ്ത് കുടുംബത്തെ സന്തോഷിപ്പിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും. എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദനയോ ക്ഷീണമോ അനുഭവപ്പെടാം. അതിനാൽ അമിതമായ അധ്വാനം ഒഴിവാക്കുക. ഇന്ന് നാരങ്ങയുടെ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഉച്ചയ്ക്ക് 3 മണി 15 മിനിറ്റിന് മുൻപായി നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം അതിനുശേഷം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ സ്വന്തം കൈകൊണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി അത് അർഹരായവർക്കോ കുടുംബാംഗങ്ങൾക്കോ സ്നേഹത്തോടെ നൽകുക. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ ഇന്ന് തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ആരോടും പരുഷമായി സംസാരിക്കരുത് സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭാഗ്യത്തിനാണോ അതോ കഠിനാധ്വാനത്തിനാണോ കൂടുതൽ പ്രാധാന്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.